കഴിഞ്ഞ 10 വർഷമായി കേരളം രാജ്യത്തിനു മുന്നിലല്ല ലോകത്തിനു മുന്നിൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ജനപക്ഷത്തു നിന്നുള്ള ഉറച്ച ബദൽ വികസനമാകുകയും എല്ലാവർക്കും അറിയാം, കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അതോടൊപ്പം കേരളത്തിനോടൊപ്പം നിൽക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷം തീർത്തും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതെല്ലാം മറികടന്നാണ് നാടിൻ്റെ മുന്നേറ്റം നമുക്ക് സാധ്യമാക്കാനായി. രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ തന്നെ വിറ്റുകിടക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ആ നയമല്ല, മറിച്ച് സാധാരണ ജനങ്ങളുടെ ജീവനും ഉപജീവനവും സംരക്ഷിക്കുന്ന നയമാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വ്യവസായം, കൃഷി, മലയോര ജനതയുടെ സുരക്ഷ, ഇത്തരം കാര്യങ്ങളിലെല്ലാം സർക്കാരിൻ്റെ ഇച്ഛാശക്തി തെളിയിക്കുന്ന നിരവധി നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നേടാനായിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം നിലനിൽക്കുന്ന ജില്ലയാണ് കോട്ടയം. ഇവിടെ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് രാജ്യത്തെ അറിയപ്പെടുന്നൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അത് കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചു. എന്നാൽ ഇന്ന് ആ സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്തെ തന്നെ അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നായി കാണിക്കാൻ പറ്റുന്ന തരത്തിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വ്യവസായ പാരമ്പര്യത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി. അത് അടച്ചുപൂട്ടലിലേക്കും സ്വകാര്യവൽക്കരണത്തിലേക്കും എത്തിയപ്പോൾ അതിനെ രക്ഷിക്കണോ വിട്ടുകൊടുക്കണം, ആ പ്രശ്നത്തിൽ ഒരു സാമ്പത്തിക തീരുമാനത്തിൻ്റെ വശം മാത്രമല്ല LDF കണ്ടത്. അതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ പരീക്ഷണമായിട്ട് തന്നെ എടുത്തു. കേന്ദ്ര സർക്കാർ വിറ്റഴിക്കാൻ തീരുമാനിച്ച സ്ഥാപനമാണ് കേരള സർക്കാർ ഏറ്റെടുത്തത്. അങ്ങനെ ആ സ്ഥാപനത്തെ നല്ല രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചു. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെയാണ് BHEL EML സ്ഥാപനം. അത് KELEML-ആയി പുനഃസംഘടിപ്പിച്ച് പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന വരികയാണെങ്കിൽ കേരളത്തിൽ അവയെ സംരക്ഷിച്ച് ലാഭത്തിലേക്ക് കൊണ്ടുവരുന്ന മാതൃകയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുഭവമെടുത്താൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ലാഭത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇവിടെ 25 സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയായി ഉയർന്നിട്ടുണ്ട്. ആകെ ലാഭം 10,70,00,000, 79,00,000. 2024-25 അത് 55
1,86,00,000 രൂപയായി വർദ്ധിച്ചു. 2016 25 എന്ന 10,79,00,000 ആയിരുന്നുവെങ്കിൽ അതിപ്പോൾ 55,86,00,000 വർദ്ധിപ്പിക്കുന്നുണ്ടായി. വിറ്റുവരവും അതേ രീതിയിൽ തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. 5,135 കോടി 89,00,000 രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിരുന്നു. ഇത് കേവലം കണക്കിലൂടെയുള്ള വളർച്ച മാത്രമല്ല, പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, സംരക്ഷിക്കുക, ആ ഒരു നയപരമായ ഇടപെടലുകളുടെ ഫലമായാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആധുനികവൽക്കരിക്കാനും വൈവിധ്യവൽക്കരിക്കാനും അവയിൽ പ്രൊഫഷണൽ നേതൃത്വത്തെ നിയമിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവയെല്ലാം ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയെന്നതാണ് പൊതുവെയുള്ള അനുഭവം. അതേപോലെ തന്നെ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് റബ്ബർ കൃഷി മേഖലയിലേക്ക് കർഷകർ നേരിട്ട പ്രതിസന്ധിയുടെ വേരുകൾ എല്ലാവർക്കും അറിയാം. ദേശീയ നയങ്ങളിലാണ്. ദേശീയ നയമാണ് റബ്ബർ നയം രൂപത്തിലാക്കി. ആ നയം ഇപ്പോൾ BJP ഗവൺമെൻറ്റിലാണ്, നേരത്തെ കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസും BJPയും സ്വീകരിച്ചു വരുന്ന നയത്തിൻ്റെ ഫലമായാണ് റബ്ബർ മേഖല തന്നെ പ്രതിസന്ധിയിലായത്. നമുക്കറിയാം, ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ 2010 പ്രാബല്യത്തിൽ വന്നു. അതോടെ ഇറക്കുമതിക്ക് തടസ്സമൊന്നുമില്ലാതെ വാതിൽ തുറന്നു കൊടുക്കുന്ന അവസ്ഥയുണ്ട്. ഇതിൻ്റെ ആഘാതം നമ്മുടെ നാണ്യവിളകളെ ആകെ ബാധിച്ചു. ഏറ്റവും കടുത്ത ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് റബ്ബർ മേഖലക്കാർ. ഇത് കോൺഗ്രസ് നയിച്ച കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണെങ്കിൽ കോൺഗ്രസിൻ്റെ നയത്തിൽ നിന്ന് ഒരു വ്യത്യാസവും BJPക്കില്ല. അതുകൊണ്ട് തന്നെ തുറന്നു വന്ന BJP സർക്കാർ അതേ ദിശയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. കേരളത്തിൽ LDF സർക്കാർ റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചത്. റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയായിരുന്നത് 200 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. രാജ്യത്ത് റബ്ബർ കർഷകർക്ക് താങ്ങുവില നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നത് നമ്മൾ ഓർക്കണം. ഇതുകൂടാതെ വെള്ളൂരിൽ 1,050 കോടി രൂപ ചിലവിൽ കേരള റബ്ബർ ലിമിറ്റഡ് സ്ഥാപിച്ചുകൊണ്ട് റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു നല്ല വ്യവസായ കേന്ദ്രം രൂപപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. 164 ഏക്കറിലാണ് ആ പദ്ധതി പുരോഗമിക്കുന്നത്. പ്ലാന്റേഷൻ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ആ മേഖലയ്ക്ക് ഒരു പ്രത്യേക ഡയറക്ടറേറ്റ് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നായാണ് അതിനെ കാണേണ്ടത്. ജനങ്ങളുടെ ജീവനെയും ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ തുടർച്ചയായി ഇടപെടുകയാണ്. പക്ഷേ 1972 രാജ്യം പാസാക്കിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം
ആ നിയമം വലിയൊരു തടസ്സമായിട്ടാണ് തുടരുന്നത്. സംസ്ഥാനത്തിന് സ്വതന്ത്രമായി നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പലതവണയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. അപ്പോഴൊക്കെ കേന്ദ്രം അനുമതി നിഷേധിക്കുകയും ഇവിടെ ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അതിൽ ആവശ്യമായ ഭേദഗതികൾ വേണമെന്നത് ഇന്നത്തെ സ്ഥിതി പരിശോധിച്ചാൽ ആർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഭേദഗതി വരുത്താൻ ഇപ്പോഴത്തെ BJP സർക്കാർ തയ്യാറാകുന്നില്ല. ഇതാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇത്തരം പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളെ കൈവിടാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്, അതേപോലെ തന്നെ വനം ഭേദഗതി ബില്ല്, ഇവയെല്ലാം നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ബില്ലിന് അംഗീകാരം വേണം. അത് കേന്ദ്ര തലത്തിൽ ലഭിക്കേണ്ടതാണ്. ഇതേവരെ അത് ലഭിച്ചിട്ടില്ല. അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതിനിടയിലും മലയോര ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതിനായി നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള സഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 16 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. പാമ്പ്, തേനീച്ച തുടങ്ങിയവയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്ക് 4 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു. ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും വിവിധ നിരക്കുകളിൽ ധനസഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ബഫർ സോൺ വിഷയം. അതിലും ജനവാസ മേഖലകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. സംരക്ഷിത വനമേഖലകളുടെ ചുറ്റുമുള്ള നിർബന്ധിത ബഫർ സോണിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കുന്നതിനായി സുപ്രീം കോടതിയിൽ അനുകൂല വിധി നേടുന്നതിന് നമുക്ക് കഴിയും. ഇത് മലയോര ജനതയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് നിർണായകമായ മുന്നേറ്റമാണ്. അങ്ങനെ നോക്കിയാൽ പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിച്ചു വളർത്തി റബ്ബർ കർഷകരെ ചേർത്ത് പിടിച്ചു. മലയോര ജനതയുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ നിയമപരവും സാമ്പത്തികവുമായ ഇടപെടൽ നടത്തി. ഇത്തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ കഴിയും. വികസനവും സാമൂഹ്യനീതിയും കൈകോർക്കുന്ന ഭരണ നയമാണ് കേരളം ഈ കാലയളവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് ആമുഖമായി പറയാറ്.
ഇതിൽ സാധാരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിമർശനപരമായി അവതരിപ്പിക്കുകയാണല്ലോ. പക്ഷെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ്. അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാര്യം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള അസംബ്ലി സമ്മേളനം, അത് സാധാരണ ഏത് കാലത്ത് ഭരണപക്ഷത്തെ പ്രതിപക്ഷ വിമർശനം കൊണ്ട് എരിപിരി കൊള്ളി അത്ര കടുത്ത ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ നിയമസഭാ സമ്മേളനം ഉപയോഗിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, നയപ്രഖ്യാപനം 3 ദിവസം ചർച്ചയാണ്. 2 ദിവസം പ്രതിപക്ഷം വേർതിരിച്ചു. ഒരു ദിവസം പങ്കെടുത്ത് തന്നെ ഒരു കാട്ടിക്കൂട്ടി കണക്കൊടുക്കലേ. ബജറ്റിന്റെ അവതരണം 3 ദിവസം പുതിയ ചർച്ചയാണ്. ആ ചർച്ചയിലും പ്രത്യേകിച്ച് പങ്കെടുക്കാൻ അവർ തയ്യാറായി. ഇതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണ്. സാധാരണ ഒരു പ്രതിപക്ഷം ചെയ്യുന്ന കാര്യം നല്ല പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ അവസരമാണല്ലോ ആ സമ്മേളനം. ജനങ്ങളിലേക്ക് പോവുകയും അപ്പോൾ ഗവൺമെന്റിനെ വല്ലാതെ വിമർശിച്ച് ജനങ്ങളുടെ മനസ്സിൽ നല്ല പ്രതീതി ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയുള്ളൂ. ആ അവസരം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇവിടെ അത്തരം കാര്യങ്ങൾ പറയാൻ. സാധാരണ നിയമസഭയുടെ അവസാനമൊക്കെ ആകുമ്പോൾ ഇത്തരം സമ്മേളനങ്ങളിലാകുമ്പോൾ ഗവൺമെന്റിലെ മന്ത്രിമാരെ കുറിച്ച് എഴുതിക്കൊടുത്ത ആക്ഷേപമില്ലേ, ആരോപണം ഉന്നയിക്കും. ഒന്നും ചെയ്തില്ല, ഒരു ഘട്ടത്തിലുണ്ടായില്ല. ഏതെങ്കിലും ഉന്നയിച്ചെങ്കിൽ അത് കോടതി നടക്കാൻ നല്ലോണം അങ്ങനെ കിട്ടുകയും ചെയ്തില്ല. പക്ഷെ ഈ അവസരം ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നെ വലിയ തോതിൽ ചർച്ച നടത്തി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഒരു കുറ്റപത്രം അവതരിപ്പിക്കുന്ന രീതിയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. അവിശ്വാസം പാസ്സാകുന്നതുകൊണ്ടല്ല, പക്ഷെ ഒരു കുറ്റപത്രം ഗവൺമെന്റിനെതിരെ അവതരിപ്പിക്കാൻ അവസരം കിട്ടും. ഇങ്ങനെ ഏതെങ്കിലും അവസരം ഉപയോഗിച്ചു പ്രതിപക്ഷം. അപ്പൊ അതാണ് പ്രതിപക്ഷം വസ്തുത വെച്ചുകൊണ്ട് ഗവൺമെന്റ് എതിർക്കാൻ കഴിയില്ല. എന്നാൽ ഗവൺമെന്റ് എതിർക്കുന്നില്ലേ, അതിന് നുണകളെയാണ് ആശ്രയിക്കുന്നത്. നല്ല തരത്തിൽ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് നുണ പടച്ചു വിടുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറവുകളോ പോരായ്മകളോ അല്ല, നുണകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ ആ പ്രവർത്തനം നടക്കുന്നത്. പ്രതിപക്ഷത്തിന് വേണ്ടി പല തരത്തിലുള്ള ഇടപെടലുകൾ മറ്റു പല മേഖലയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ കാണേണ്ടതായിട്ട് ഒരു സാംസ്കാരിക ഹരിത കർമ്മസേന കൊണ്ടുവരണമെന്നാണ് പ്രതിപക്ഷങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി അടക്കം പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു സാംസ്കാരിക കർമ്മസേന കേരളത്തിൽ സജ്ജമാക്കുന്ന അത്രമേൽ ആണ് മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ നടത്തുന്ന പ്രചാരണങ്ങളിലെ മറുവശമുള്ളതാണ്, അല്ലെങ്കിൽ മോശം പരാമർശങ്ങളാണ്. നമ്മള് കേരളത്തിന്റെ സാംസ്കാരിക നിലവാരത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മളെല്ലാവരും കാണുന്നത്. അതിന് തടസ്സമാകുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള നമ്മുടെ നല്ല ടീമുകളുണ്ടല്ലോ, ആ ടീം എന്താ ചെയ്യുന്നത് നോക്കിയാൽ മതി. അതില് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തോടു കൂടിയുള്ള ഒരു അനുയായി ഉണ്ടായിരുന്നു. ആ അനുയായിയെ കയ്യോടെ പിടികൂടപ്പെട്ടപ്പോൾ ദുരനുഭവമുള്ള യുവതികൾ പരാതി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നപ്പോൾ ആ ഇരകളെ എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കാൻ തയ്യാറായത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ
ഇദ്ദേഹത്തിൻ്റെ കൂടി ആശീർവാദത്തോടു കൂടിയല്ലേ നടന്നത്. സ്വന്തം അനുയായികളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കഴിയും. ഇവിടെ പോയി സാംസ്കാരിക ബോധമാക്കും എന്ത് കുട്ടികളും വിളിച്ചു പറയുന്ന ആ ഒരു കൂടസംഘത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചു വിടുന്ന നരിയല്ലേ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. അദ്ദേഹം ഉപദേശിക്കാൻ വരുമ്പോൾ കേരളം നല്ലതുപോലെ ഉൾച്ചിരിയോടി അതിനെ കാണും. കാരണം ഇതാണ് കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പോലും അതേ നിലയാണല്ലോ തുറന്നു പോകുന്നത്. അതിന് മറുപടി രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ട് മാധ്യമത്തിലുണ്ട്. അതായത് കിഫ്ബി മുഖേന ധാരാളം വികസനങ്ങൾ വന്നിട്ടുണ്ട്, ഹരിപ്പാടൊക്കെ നല്ല വികസനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഏത് മണ്ഡലത്തിലാണ് കിഫ്ബിയുടെ വികസനങ്ങളില്ലാത്തത്? ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പ്രതിപക്ഷം ഭരണപക്ഷത്തെ വിമർശിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. സാധാരണ ആരും ചെയ്യുന്ന ഏത് സംസ്ഥാനത്ത് നടക്കുന്നത്. പക്ഷേ ഭരണപക്ഷത്തെ എതിർക്കുന്നത് കൊണ്ട് നാടിനെയും ജനങ്ങളെയും എതിർക്കാൻ പാടില്ല, അല്ലെങ്കിൽ നാടിൻ്റെ വികസനം തടയാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ ഒരു 50-60 വർഷം എടുത്തു മാത്രം നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളല്ലേ ഇവിടെ ഈ 10 വർഷം കൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തെല്ലാം പദ്ധതികളാണ്, ഏതെല്ലാം തരത്തിലുള്ളതാണ്. അതിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ പ്രധാനമല്ലേ. നമ്മുടെ ഖജനാവിൻ്റെ ശേഷി മാത്രം ഉപയോഗിച്ചാണെങ്കിൽ ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയും. നമ്മൾ കാണുന്നത് 2016 ഞങ്ങൾ സ്തംഭിച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള ആവശ്യങ്ങളില്ലേ വരുന്നത്. എല്ലാം പ്രധാനപ്പെട്ട ആവശ്യങ്ങളില്ലേ. എന്ത് ചെയ്യും? ആവശ്യത്തിന് പണമില്ല. അപ്പോഴാണ് പണം കണ്ടെത്തുന്നതിനുള്ള ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ് വേണം എന്ന് കണ്ടത്. അങ്ങനെ ആ സാമ്പത്തിക സ്രോതസ്സായിട്ടാണ് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. അന്ന് അതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി പറഞ്ഞല്ലോ. 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് അതിനെ എതിർക്കേണ്ട കാര്യം? അപ്പം തന്നെ നിർത്തല്ല, പിന്നീടല്ല. ആ ഘട്ടത്തിൽ എന്തിനായിരുന്നു കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതി ഒരു ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് നല്ലതാണ് എന്നല്ലേ ചിന്തിക്കുന്നത്. പക്ഷേ എത്ര കളിച്ചതും ആളുകളെ പറ്റിക്കാനല്ലേ, നിങ്ങൾക്ക് എവിടുന്ന് പണം കിട്ടാനാണ്, മലപ്പൊടിക്കാരുടെ സ്വപ്നല്ലേ. അങ്ങനെ പരിഹാസം, പുച്ഛം, ശക്തമായ എതിർപ്പ് എല്ലാം കൊണ്ടുവന്നില്ലേ. നമ്മുടെ അനുഭവം എന്താ? 5 വർഷമായപ്പോൾ 50 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തത്. എല്ലാ മണ്ഡലത്തിലും നോക്കും. ഈ പറയുന്ന വ്യക്തിയുടെ മണ്ഡലടക്കെടുത്ത് പരിശോധിച്ചു, എല്ലായിടങ്ങളിലും കിഫ്ബിയുടെ പദ്ധതികൾ കാണുമല്ലോ. ഇപ്പോ എത്രയായി? 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് കിഫ്ബി മുഖേന മാത്രം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു 50-60 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ ഈ 10 വർഷം കൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. പക്ഷേ എത്ര കഠിനമായി എതിർക്കും, ഏതെല്ലാം തരത്തിലുള്ള എതിർക്കും. എവിടുന്ന് പണം കിട്ടാനാന്ന് പറഞ്ഞിട്ട് മസാല കൊണ്ടിരുന്ന് കിട്ടിയല്ലോ, കൃത്യമായി തിരിച്ചടച്ചല്ലോ. നല്ല മികവാർന്ന ധനകാര്യ മാനേജ്മെന്റിലെ അതിനകത്തുള്ളത്. പക്ഷെ അതിനെ അപകീർത്തിപ്പെടുത്താനല്ലേ ശ്രമം. അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴും ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ജനങ്ങൾ അതൊന്നും സ്വീകരിക്കുന്നില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. ജനങ്ങളാകെ ഇതിനെല്ലാം പിന്തുണയാണ്. സ്കൂൾ വേണ്ടേ, ആശുപത്രി വേണ്ടേ, റോഡ് വേണ്ടേ, പാലം വേണ്ടേ, ഫ്ലൈ ഓവർ വേണ്ടേ, ഓവർബ്രിഡ്ജുകൾ വേണ്ടേ, നാട്ടിൽ നടപ്പാക്കപ്പെട്ട വിവിധ പദ്ധതികൾ വേണ്ടേ. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് നമ്മൾ കെട്ടിവെക്കേണ്ടി വന്ന 5,640 കോടി രൂപ കിഫ്ബിയിൽ നിന്നേ എടുത്തത്.
മലയോര ഹൈവേ, തീരദേശ ഹൈവേ, 10,000 കോടി, അത് കിഫ്ബിയല്ലേ ചെലവാക്കുന്നത്. എന്തെല്ലാം പദ്ധതികളാണ് നാട്ടിൽ. ഇതെല്ലാം കണ്ടിരിക്കുന്ന ജനങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കും. അതാണ് നാം കാണേണ്ടത്. അല്പം മുമ്പ് തൃശ്ശൂരിൽ KC വേണുഗോപാൽ പറഞ്ഞത് ഈ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വലിയ അഴിമതിയാണ് CPM നടത്തിയിരിക്കുന്നത്. 200 ബാറുകൾക്കാണ് ലൈസൻസ് കൊടുത്തത്, മാനദണ്ഡങ്ങൾ പാലിക്കാനാണ് കൊടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് KC വേണുഗോപാലിന്റെ പാർട്ടിയുടെ സംസ്കാരം വെച്ചാണ് പറയുന്നത്. ഹരിയാനയിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് തന്നെ പണം വാങ്ങുന്നത് പോലെ ആക്ഷേപമാണല്ലോ. പഴയ അവിടുത്തെ ഒരു മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ, പരാതിയും കൊടുത്തു. ഇല്ലേ നമ്മൾ കാണുന്ന കാഴ്ച. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്. അത് UDFന്റെ സംസ്കാരം വെച്ചാണ് LDFനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാൽ എന്താണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞത്? അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ നാട് കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു സ്ഥാനം കിട്ടിയത്? LDF അധികാരത്തിലുള്ളത് കൊണ്ടാണ്. LDFന്റെ സംസ്കാരമാണ് അതിന് പ്രധാനം. അതുകൊണ്ട് തന്നെ അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു. ആ LDFനെ കുറിച്ച് ഞങ്ങൾ കാണുന്നത് ഈ അഴിമതി ഏറ്റവും കുറഞ്ഞു വന്നത് വലിയ കാര്യമായിട്ടല്ല. നമുക്ക് വേണ്ടത് അഴിമതി തീരെ ഇല്ലാത്ത സംസ്ഥാനം എന്ന പദവിയാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനിടയിൽ ശ്രമിക്കേണ്ടതായിട്ട്. പക്ഷേ ഇത് ഇത്രയും നേട്ടമുണ്ടായത് LDF അധികാരത്തിലുള്ളതുകൊണ്ടാണ് എന്ന് ജനങ്ങളാകെ കാണുന്നു. ആ ജനങ്ങളുടെ മുന്നിൽ ആരോപണം ഉന്നയിച്ച് സ്വയം പരിഹാസ്യമാവുക എന്ന് മാത്രമേ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളൂ. നിങ്ങളെക്കുറിച്ചൊക്കെ വരുന്ന വാർത്തകൾ ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതെ അതെ, അതാണ് ആ ഭാഗമാണ് ഞാൻ പരാമർശിച്ചത്. അത് ഒരു തവണ മാത്രം പറയുന്നില്ല. നേരത്തെ ഈ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ആളുകൾ അക്കൗണ്ടിൽ പണം കൊടുത്തു എന്നൊക്കെയല്ലേ പറയുന്നത്. അതുപോലുള്ള സിസ്റ്റം അതല്ലേ. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അപ്പോൾ കാണാലോ ആരെ ആത്മവിശ്വാസമാണ് ശരിയെന്നുള്ളത്. ഞങ്ങൾക്ക് കപട ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടിയാണ് നിന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ നേടാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ കേരളത്തിന് നേടാൻ കഴിഞ്ഞത് ജനങ്ങളുടെ സഹകരണവും പിന്തുണയും കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ നാട് അഭൂതപൂർവമായ രീതിയിലാണ് മുന്നേറിയത്. ആ മുന്നേറ്റം നാടും ജനങ്ങളും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ്. ഞങ്ങൾക്ക് എപ്പോഴും ആ ജനങ്ങളിലാണ് വിശ്വാസം. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവരും കാണുന്ന കാര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നപ്പോൾ അവിടെയുള്ള പുനരധിവാസത്തിന്റെ കാര്യം അതൊരു ഏകപക്ഷീയമായ കാര്യമായിട്ടല്ല ഞങ്ങൾ കണ്ടത്. നമ്മുടെ നാടിനേറ്റ ദുരന്തം നാട് നിർവഹിക്കേണ്ട ഒരു കാര്യം ഈ നിലക്കാണ്. പക്ഷെ നാട് നിർവഹിക്കേണ്ട കാര്യമാകുമ്പോൾ സർക്കാരാണ് മുൻകൈ എടുക്കുന്നത്. ആ മുൻകൈ സർക്കാർ എടുക്കുന്നത്. എന്നാൽ എല്ലാവരുടെയും സഹകരണം വേണം. അതിനുവേണ്ടി നമ്മുടെ പ്രതിപക്ഷ നേതാക്കളെ, അതായത് പ്രതിപക്ഷ നേതാവും ഉപനേതാവും, രണ്ടാളുകളെയും വിളിച്ച് ചർച്ച ചെയ്യുക. എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം. എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് വേണ്ടത്, വീട് നിർമ്മാണം എങ്ങനെ വേണം, അതിൻ്റെ വീട് നിർമ്മാണ ചുമതല എങ്ങനെ കൊടുക്കണം, ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് ആളുകൾ തരുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കണം, ഒരു വീടിന് എത്ര പണം തീരുമാനിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുകയല്ല. ആ തീരുമാനങ്ങൾ ഇവരുമായിട്ട് കൂടി ചർച്ച ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം പിന്മാറിക്കണം. എല്ലാവരും ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുക.
പണം ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞങ്ങൾ ഇത്ര വീട് തരും, ഇത്ര വീട് തരും എന്ന് ഓരോരുത്തരും പറയുന്നു. പക്ഷെ നമുക്കെല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഒന്നിച്ച് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അത് നമുക്ക് പണം തരാമെന്ന് പറയുന്നവര്, വീട് നിർമ്മിച്ചു തരാമെന്ന് പറയുന്നവര്, ആ വീട് നിർമ്മിച്ചു തരുന്നതും തരാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ധാരണയാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ഘട്ടത്തിൽ പറയുകയായിരുന്നു, പണം തരാമെന്ന് പറഞ്ഞു, വീട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞു, അവർ പിന്നെ പിൻവാങ്ങിയാൽ അതവിടെ ഇടാൻ പറ്റില്ല. ഈ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ്. അപ്പോൾ സർക്കാർ ആ ബാധ്യത നിറവേറ്റാൻ പൂർണ്ണമായും തയ്യാറാകുന്നത് എന്ന കാര്യം ഇവരോട് തന്നെ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതായിരുന്നില്ല, വെറുതെ പറയുന്നതാണെന്ന് അവർക്കത് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ പല അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് പണം തന്നിട്ടെങ്കിലും സർക്കാരിന് നിറവേറ്റേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ആദ്യം ലീഗ് പിൻവാങ്ങി. എന്താണ് ലീഗ് പിൻവാങ്ങാൻ കാരണം? എന്തിനാണ് ലീഗ് പ്രത്യേകമായിട്ട് ഒരു വീടുകൾ നിർമ്മിക്കുന്നത്? എന്തിനാണ് ഈ ദുരന്തബാധിതരായ ആളുകളെ ഒരു മറ്റൊരു തരത്തിൽ കാണുന്നത്? അവിടെ മാറ്റിക്കൊണ്ടുപോകും. ഇവിടെ ടൗൺഷിപ്പ് എന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരാശയം മാത്രമല്ല. അന്ന് അവര് ദുരന്തബാധിതര് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞവരാണ്. നിങ്ങൾ നഷ്ടപരിഹാരം നൽകിയാൽ ഞങ്ങൾ പല കൊമ്പത്താവും. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ ഒരിടം വേണം. ഞങ്ങൾ കുടുംബം പോലെ കഴിഞ്ഞവരാണ്. അതിന് പറ്റിയൊരു സാഹചര്യം സൃഷ്ടിക്കണം. അപ്പോൾ ഒന്നിച്ചു കഴിയണം എന്ന അവരുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ ഈ പറഞ്ഞ ടൗൺഷിപ്പ് എന്ന് ആശയപ്പെടുന്നത്. എന്നാൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഒറ്റപ്പെട്ടതുണ്ടാവും. ഇവിടെ വേണ്ട, മറ്റൊരു സ്ഥലത്ത് പോകാം, മറ്റു ചില കൂടുതൽ സൗകര്യങ്ങളോട് ജീവിക്കാം, അങ്ങനെയൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഉണ്ടാകും. അവർക്ക് കൊടുക്കേണ്ട പൈസ എത്രയാണെന്ന് കണക്കാക്കി. ഇവരെന്തിനാണ് പ്രത്യേകമായിട്ട് പോയത്? ഏതായാലും അവർ സ്ഥലം എടുത്ത് നടപടികൾ പ്രവർത്തി. കോൺഗ്രസ് അപ്പോഴും മറ്റൊരു നില സ്വീകരിച്ചിട്ടില്ല. അപ്പോഴും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് മാവഴിക്ക് പോയി. ചുരുക്കത്തിലെന്താ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഭാഗമായുള്ള പണം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ആ പണം കോൺഗ്രസ് തരുമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ വക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വീടുകളിട്ട് അതൊന്നും കാണാനില്ല. കർണാടക ഗവൺമെന്റ് തരുന്ന വീട് കർണാടക ഗവൺമെന്റിനാണ്, അത് കോൺഗ്രസിൻ്റെതാണെന്ന് കാണാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെന്റും ചില ദുരിതബാധിത പ്രദേശങ്ങളിൽ നേരത്തെ സഹായം നൽകിയില്ല, അത് ഗവൺമെന്റിന്റെ വകയുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് പറഞ്ഞ കാര്യം ഇതേവരെ പ്രാവർത്തികമായിട്ടുണ്ട്. അതിലൊന്നും ആശ്ചര്യപ്പെടേണ്ടതില്ലല്ലോ. അത് കണക്ക് തന്നെ വ്യക്തമാണ്. തിരിച്ചു എന്നുള്ളത് ശരിയാണ്. പണം ആർക്ക് കിട്ടി? ദുരന്തബാധിതർക്ക് ഇതേവരെ ഒരു സഹായം കിട്ടിയിട്ടില്ല. അതാണ് വസ്തുത. അതിനെപ്പറ്റി ഇപ്പൊ എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സമയം ഏകദേശം അവസാനിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് ഞാനിപ്പോ പറയുന്നില്ല. ഈ തീരുമാനത്തിന് എന്റെ അംഗീകാരമില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റായ കാര്യമാണ്. കാരണം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്, അവസാന തീരുമാനം എടുക്കുന്നത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിന്റെ ഭാഗമായുള്ള ആലോചനകളെല്ലാം ഞാനും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇത്തരം ആൾക്കാരുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തില്ല. അവര് തീർത്തും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചതാണ്, വർഗവഞ്ചന കാണിച്ചതാണ്. അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന നിലയാണ് ആ മണ്ഡലം സ്വീകരിക്കുക. ഏത് മണ്ഡലമായാലും ആ മണ്ഡലം സ്വീകരിക്കുക. അതാണ്
അത് നിങ്ങൾ തന്നെ കണക്കാക്കിയാൽ മതി. ഡീലിനെ പറ്റിയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേത് ഡീലിനാണ് വിടുന്നത്? അവര് കോൺഗ്രസ് തന്നെ പറയട്ടെ ഏത് ഡീലിനാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് BJP നിന്ന് അടക്കം അത് നിശ്ചിത എണ്ണം കൃത്യമായിട്ട് ഇത്ര വോട്ട് എന്ന് വാങ്ങാൻ പറ്റുമെന്ന നില വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഡീലാണ് അവർ തന്നെ പറയേണ്ടതാണ്. ഞാനെന്തായാലും അത് പറയട്ടെ. ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഈ ബഫർ സോൺ വിഷയം, വന്യജീവി വിഷയം, അതുപോലെ തന്നെ റബ്ബർ വിഷയം, ഇതൊക്കെ സഭകൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളായിരുന്നു. അത് പരിഹരിക്കാൻ സാധിച്ചു. സഭകൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഏറ്റവും പുതിയതായിട്ട് വന്ന ഈ ബാർ സമയം നീട്ടുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് അതിൽ കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും സഭകൾ അഭിപ്രായം പറയാറുണ്ട്, എല്ലാവരും അഭിപ്രായം പറയാറുണ്ട്. നമ്മുടെ നാടിന് ചേരുന്ന തീരുമാനങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറ്. ചിലത് അവർ പറഞ്ഞ അഭിപ്രായം ഉണ്ടാവും, ചിലത് പറയാത്ത അഭിപ്രായം ഉണ്ടാവും. പക്ഷേ നാട്ടുകാർക്ക് എന്താണോ ആവശ്യം അത് കണ്ടുകൊണ്ടുള്ള തീരുമാനമാണ് പൊതുവെ എടുത്തു പോകുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.